കുഴിച്ചെടുത്തവറാകമാനം പണ്ടു മച്ചി മെച്ചതാണ് ഭാരം കടലിളകണ രാത്രാളം മലയിളകണ വായ്ത്താളം ചിരിനുരയണതിരു കാലം കുറിവനഞ്ഞതു പല കാലം ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ഐസ് സ്കീയിങ്ങിന് പോകാനൊരു പ്ലാൻ ഉണ്ട്. ഞാനിപ്പോൾ പവൻ്റെ റൂമിലാണ്. ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ കുറച്ച് ലേറ്റായി. ഇപ്പോൾ സമയം അറൗണ്ട് ഒരു 4 മണിയായി. പുറത്ത് മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദോശ കഴിച്ച് കഴിഞ്ഞിട്ട് ഐസ് സ്കീയിങ്ങിന് പോകാൻ പോവാണ്. പവൻ, സേ ഹായ്. സോ ഗൈസ്, എത്രയും പെട്ടെന്ന് ഞങ്ങൾ കഴിച്ചിട്ട് വേഗം പോകാൻ നോക്കട്ടെ. ഞങ്ങളുടെ കൂട്ടുകാരന്മാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് എത്രയും പെട്ടെന്ന് കഴിച്ചിട്ട് ഞങ്ങൾ ഐസ് സ്കീയിങ്ങിന് പോട്ടെ. ഗൈസ്, ആ ട്രെയിൻ പോയി. ഞങ്ങൾ ദോശയുടെ ടേസ്റ്റൊക്കെ ആസ്വദിച്ച് കഴിച്ചതുകൊണ്ട് കുറച്ച് ടൈം പോയി. ഒരു വണ്ടിയും കൂടി വരാനുണ്ട്, പക്ഷെ അത് ഡിലേഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ മാത്രമല്ല, ഡോയ്ച്ചെ ബാൻ മൊത്തം ഡിലേയാണ്. ആ കാണുന്ന ട്രാം ഉണ്ടല്ലോ, അതിൽ പോയാലും മതിയായിരുന്നു. പക്ഷെ ഞങ്ങൾ കുറച്ചും കൂടി സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ട് ഈ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഗൈസ്, ഞങ്ങളെത്തി. ഇനി അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. സോ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എടാ, ഇങ്ങോട്ട് വന്ന് കുറച്ചെങ്കിലും സമയകാല ബോധം വേണം. എടാ, അത് നീ ആക്കിയത് 3:30-ക്കാണ് വിളിച്ചു പറയണേ. ഇതുപോലത്തെ ഉടായിപ്പാണ് ചെക്കൻ്റെ മെയിൻ. 3:30-ക്ക് ആക്കിയത് അവൻ എന്നെ 3:30-ക്കാണ് വിളിച്ചു പറഞ്ഞു. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഐസ് സ്കേറ്റിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലം. അപ്പോൾ നിലവിൽ ഞാനും ജോയലും മാത്രമാണ് ഐസ് സ്കേറ്റിംഗ് ചെയ്യുന്നുള്ളൂ. എനിക്കറിയില്ല, അവനും നോർമൽ സ്കേറ്റിംഗ് അറിയുള്ളൂ, എനിക്ക് നോർമൽ സ്കേറ്റിംഗ് അറിയുള്ളൂ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഐസ് സ്കേറ്റിംഗ് ഞങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ചിരിക്കാനുള്ള ഒരുപാട് വക ഇതിനകത്തുണ്ടാവും. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ അകത്ത് കയറാനുള്ള പരിപാടികൾ നോക്കട്ടെ. No, let's just do it. Okay, so Yeah, my piece. I need someone to carry this. Now the fun starts. Django, നീ അറിഞ്ഞ ഞാൻ പെട്ടു. So, here starts the fun. Okay. നോർമൽ സ്കേറ്റിങ്ങും ഇതുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. നോർമൽ സ്കേറ്റിംഗ് നേരെ മാത്രം പോകും, ഇത് സൈഡിലേക്ക് പോകുന്നുണ്ട്. മഴ പെയ്യുന്നുണ്ടാന്ന് തോന്നുന്നു. യൂട്യൂബിൽ ട്യൂട്ടോറിയൽ നോക്കട്ടെ. പോണോ? First thing you want to do is Check your equipment. to make sure that's safe. So as lower down, and it will stop you from going backwards and whacking your head. 1 hour ഇത് മതി. ഞാൻ ആദ്യം ഒരു 2 റൗണ്ട് നടന്ന് നോക്കട്ടെ ഇതിന് ചുറ്റും. അപ്പോൾ ആവശ്യത്തിനുള്ള കോൺഫിഡൻസ് കിട്ടുമെന്ന് വിചാരിക്കുന്നു.
സാഷ്ടാംഗം പ്രണമിച്ചതാ, വീണതല്ല. ഗൈസ്, ജീവിതത്തിൽ ഉയർച്ച വരണമെങ്കിൽ, ജീവിതത്തിൽ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ ഇതുപോലെ വീഴണം. വീഴാതെ റൂമിനകത്തിരുന്ന് ഒന്നും ചെയ്യാതിരുന്നുകൊണ്ട് ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റില്ല. അപ്പൊ ശരി, ഞാൻ പോയി ബാക്കി വീണിട്ട് വരാം. ഇത്ര നേരം ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തോണ്ടിരുന്നത്, ഇനി നമുക്ക് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാം. It's getting better. Yeah. Never give up. Never give up. ആ അമ്മച്ചിയുടെ സ്ട്രാറ്റജി യൂസ് ചെയ്യാൻ പോവാം. സേഫ് ആൻഡ് സ്റ്റഡി, വളരെ സ്ലോ ആയിട്ട് ഫോക്കസ് ചെയ്യും. ഓക്കെ, Safe and steady. Bro, safe and steady. 5, 4, 3, 2, 1, go. സ്മൂത്ത് ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. കണ്ടോ, സത്യം. എന്റെ ലോറൻസ് പുണ്യാളോ. ഏറെക്കുറെ ഒരു 1 hour ആവാറായി. തുടക്കത്തിലുണ്ടായിരുന്ന ആംഗിളിൻ്റെ സ്ട്രെങ്ത്തും ഇപ്പോൾ ഇല്ല. നല്ല ഫെറ്റീഗ് വന്നിട്ടുണ്ട്, പക്ഷേ അത് നമുക്ക് മനസ്സിലാവില്ല ഇതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും അഡ്രിനാലിനൊക്കെ കയറിയിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനി കുറച്ചുകൂടി ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ആംഗിളിൽ നല്ല പണി വരും തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പതുക്കെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം ഒരു റൗണ്ടും കൂടി കഴിഞ്ഞിട്ട്.
അപ്പോൾ ഒരു റൗണ്ട് കഴിഞ്ഞു. എനിക്ക് ഇനിയും ചെയ്യണമെന്നുണ്ട്, പക്ഷേ എൻ്റെ സേഫ്റ്റി എൻ്റെ ഹെൽത്തും ഞാൻ തന്നെ പരിഗണിച്ചുകൊണ്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പോൾ ബൈ ഗൈസ്. മഴ പെയ്തുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു. കുഴപ്പമില്ലാതൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. സോ മൊത്തം നനഞ്ഞിരിക്കുകയാണ്, കാരണം ഞാൻ അവിടെ കിടന്ന് മറിഞ്ഞ് വീഴുകയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ തളർന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ജോയൽ തളർന്നിരുന്നത്, ഇത് ഞാൻ തളർന്നിരുന്നത്. ഓ ഇത് മൊത്തം വെറ്റായതുകൊണ്ട് ഡ്രൈ ആയിട്ടുള്ള സ്ഥലം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആദ്യത്തെ റൗണ്ടൊക്കെ വീണപ്പോൾ മനസ്സിലാവുമായിരുന്നു. ഇപ്പോൾ കാലിനൊക്കെ ഭയങ്കര വെയിറ്റ്, ഈ വെള്ളമൊക്കെ കയറിയിട്ട് നടക്കാനൊക്കെ ഭയങ്കര വെയിറ്റ്. അപ്പോൾ നടക്കുമ്പോഴും ചെറിയൊരു ബാലൻസ് ചെയ്യുന്ന ഒരു ഫീലൊക്കെ തോന്നുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോട്ടെ. ഇന്നത്തെ ഉണ്ടായിരുന്ന പ്ലാനൊക്കെ കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ പതുക്കെ അപ്പാർട്ട്മെൻറ്റിൽ എത്തിക്കഴിഞ്ഞു ഞങ്ങൾ ഓൾറെഡി. അപ്പോൾ ഇനി കുളിക്കണം, കാരണം മേത്തൊക്കെ വെള്ളമാണ്, നനഞ്ഞാകെ പിണ്ടിയായിട്ടുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് കുളിയും കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക. നല്ല പെയിൻ വരണ ഒരു ഫീലിംഗ് ഉണ്ട്. ഇപ്പം തന്നെ ഓൾറെഡി പെയിൻ വന്ന് തുടങ്ങി. താങ്ക് യു. സോ ബാക്കി നമുക്ക് പിന്നെ കാണാം.